സുഭാഷിതം. നിലനിൽക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് സ്നേഹത്തിന്റെ അധ്യായമായ 1 കൊരിന്ത്യർ 13 അധ്യായം അവസാനിപ്പിക്കുന്നത്. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. And now these 3 remain: faith, hope and love. But the greatest of these is love. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ സ്നേഹം എന്താണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് ചെയ്യാത്തതും എന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദൈവത്തിന്റെ പൈതലിന് വിശ്വാസം ഒഴിച്ചുകൂടാനാവാത്തതാകുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. വിശ്വാസം മൂലമാണ് ദൈവത്തിന്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടത്. വിശ്വാസത്താൽ ജീവിക്കാനും വിശ്വാസത്തിൽ നടക്കുവാനും വേദപുസ്തകം നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്? റോമർ 10:17 എഴുതിയിരിക്കുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനമാകുന്നു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. വചനം ദൈവം അരുളി ചെയ്തതാണ്. ആ സത്യവചനത്തിൽ വിശ്വസിക്കുമ്പോൾ അത് ജീവൻ പ്രാപിക്കുന്നു. ദൈവവചനത്തിൽ രക്ഷയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നാം വിശ്വസിക്കണം. നിത്യ സുരക്ഷിതത്തെക്കുറിച്ച് പറഞ്ഞത് വിശ്വസിക്കണം. സ്വർഗത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ആരാണ് നിത്യജീവൻ പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വചനങ്ങളെല്ലാം നാം വിശ്വസിക്കണം. പ്രത്യാശ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതീക്ഷയിലുള്ള ആത്മവിശ്വാസമാണ്. വിശ്വാസവും പ്രത്യാശയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വാസം വിശ്വസിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുമെന്ന് പ്രത്യാശ വിശ്വസിക്കുന്നു. യേശു വേഗം മടങ്ങി വരും, ഞാൻ യേശുവിനോടൊപ്പം പോകും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതെല്ലാം പ്രത്യാശയുടെ വാക്കുകളാണ്. കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ഈ പ്രത്യാശ നമുക്ക് നിരാശയായി മാറുവാനും സാധ്യതയുണ്ട്. പൗലോസ് പറയുന്നത്, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഒന്നുകിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്, അതുവരെയാണ് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവ രണ്ടിലും വലിയതാണ് സ്നേഹമെന്ന് പറയുവാൻ കാരണം? എന്നേക്ക് നിലനിൽക്കുന്നത് സ്നേഹം മാത്രം. നാം സ്വർഗരാജ്യത്തിൽ എത്തുമ്പോൾ ദൈവത്തോട് കൂടെയായിരിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. നാം സ്വർഗത്തിലെത്തുമ്പോൾ നമ്മുടെ വിശ്വാസം കാഴ്ചയായി തിരിയുന്നു. പ്രത്യാശ എന്നത് ആത്മവിശ്വാസമുള്ള പ്രതീക്ഷയാണ്. എന്നാൽ നാം കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെടും. നിത്യതയോളം തുടരുന്ന കാര്യമാണ് സ്നേഹം. നാം നിത്യതയിൽ ഉടനീളം കർത്താവിനെ സ്നേഹിക്കും. യേശു കർത്താവ് പറഞ്ഞു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. നമുക്ക് വേണ്ടി ജീവൻ തന്നത് കർത്താവ് മാത്രമാണ്. യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്ന് 1ാമത്തെ കൽപ്പനയായി കർത്താവ് പഠിപ്പിച്ചു. ഈ കൽപ്പന അനുസരിക്കുന്നവർ 2ാമത്തെ കൽപ്പനയും അനുസരിക്കും. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. 1 യോഹന്നാൻ 3:14 വായിക്കുന്നത്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. God bless you all with these words.